ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റോൾ സമൂസന്റെ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിതാ കുറച്ചൊന്ന് കുഴച്ചെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് ബാക്കി ഒന്നുകൂടി നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്തിനൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളൂ. എന്നിട്ടത് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് തന്നെ കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ഇത്. അത് നമുക്ക് എന്നിട്ട് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച് അടോന്ന് നമുക്കിതൊന്ന് ഒരു 4 ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ 4 ബോൾസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പരത്തി എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇത് ആ ഒരു ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇനി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മൈദ ഇതിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്ത അതെല്ലാം ഒന്നിന് മേലെ ഒന്നായിട്ട് അട്ടിക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം ഓയിൽ തടവി കൊടുക്കാം. പിന്നെ നമുക്ക് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പരത്തിയെടുത്ത ആ 4 ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അങ്ങനെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. പക്ഷെ ഞാനിപ്പം അങ്ങനെ ഇടുന്ന മുമ്പേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ പാനിലിട്ടിട്ട് ഇതും മൊത്തത്തിൽ ഒന്നിച്ചിട്ട് പാനിലിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ ചൂടാക്കിയ ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ആ ബാലൻസ് വരുന്ന ആ ഭാഗം വേസ്റ്റ് ആയി പോകും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് അടുത്ത ഷീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ബാലൻസ് വരുന്ന ആ ഒരു പോർഷൻ
യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇടുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ എളുപ്പത്തിനനുസരിച്ചിട്ട് മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. ഈ ഒരു രീതിയിൽ നമ്മളെ സമൂസന്റെ ഷീറ്റ് പോലെ തന്നെ കട്ടാക്കിയ ശേഷമാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് അങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പോർഷൻ എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ വല്ലാണ്ട് ചപ്പാത്തി പോലെ അങ്ങനെ ചുട്ടെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. പാൻ നല്ലോണം ചൂടായ ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിന്ന് ഈ ഒരു രീതിയിൽ അടർത്തിയെടുക്കാം. നമ്മൾ 4 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ 4 ഷീറ്റ് ആക്കിയിട്ട് അങ്ങനെ അടർത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഇതാ നമുക്ക് ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിലിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ബാലൻസ് വരുന്ന ആ ഒരു പോർഷൻ വേസ്റ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ടാക്കിയിട്ട് തന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ നല്ല നേരിയ രീതിയിൽ തന്നെ നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഈ ഒരു ഷീറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ലാസ്റ്റ് വരുന്ന ചെറിയൊരു പോർഷൻ അവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ഈ ഫില്ലിങ് വെക്കാണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് റോൾ ആക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ബാലൻസ് വരുന്ന ആ പോർഷന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ബാലൻസ് വരുന്ന ആ പോർഷനിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്തിട്ടെടുക്കാം. റോളാക്കിയിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ മസാല വെക്കുന്ന സമയത്ത് ആ ഒരു ഉള്ളിലുള്ള ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയിൽ അങ്ങനെ വെക്കാണ്ട് നിൽക്കാം. ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോ കാണിച്ച രീതിയിൽ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ച് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചീനച്ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. കുറേ ടൈം അങ്ങനെ ഇട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്കായ സാധനങ്ങളാണ്. അപ്പം മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ആ ഷീറ്റ് നല്ല രീതിയിൽ നേരിയ രീതിയിൽ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആ ഒരു സമൂസൻ്റെ രീതിയിൽ ക്രിസ്പി ആയിട്ട് അങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പുറത്തുനിന്ന് കിട്ടുന്ന ആ റെഡിമെയ്ഡ് സമൂസ ഷീറ്റിലും ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മളെ റോൾ സമൂസ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.